ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മത്സരം വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേകതരം ആവേശമാണ്. അതിനിപ്പോൾ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പഴയ ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഇപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാൽ അറിയില്ല. തുടർച്ചയായിട്ടുള്ള 3 തുടർ തോൽവികൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് ചെന്നൈയിൻ എഫ് സിയെ നേരിടാൻ പോകുകയാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നും ഡിഫൻസിൽ വലിയൊരു മാറ്റവുമായിട്ടാണ് ഈ വട്ടം കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത്. ഗുനിയ താരമായിട്ടുള്ള ഉമർ ബായെ ടീം റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് മറ്റൊരു സെനഗൽ താരത്തെയാണ് നിലവിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ ബാക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് സ്റ്റാറ്റ്സ് ഒക്കെ എടുത്തു നോക്കുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസാന 1.5 വർഷ കാലയളവിൽ ഇദ്ദേഹം ഇതുവരെയായിട്ടും ഒരു മാച്ച് പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അത് ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഓവറോൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലേയിങ് തേർഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള, ഭയങ്കര സൈലൻറ്റ് കില്ലർ എന്ന് തന്നെ നമുക്ക് പറയാം. ഭയങ്കര വിഷനുള്ളൊരു പ്ലെയറാണ്. ഇദ്ദേഹത്തിൻ്റെ ടൈംലി ഇൻ്റർസെപ്ഷൻസ് ഒക്കെ നമുക്ക് പ്രീവിയസ് മാച്ചിൻ്റെ ഓരോരോ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ഇദ്ദേഹത്തിൻ്റെ വീരോചിതമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയണമെന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇനി ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സി മത്സരത്തിൻ്റെ ആ ഒരു പ്രീ മാച്ചിലേക്ക് കിടക്കാം. ഈ ഒരു മത്സരത്തെക്കുറിച്ച് ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക മാറ്റങ്ങളും വലിയൊരു സവിശേഷതകൾ നിറഞ്ഞൊരു മത്സരവുമായിട്ടാണ് ഞാൻ ഈ ഒരു മത്സരത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്കോട്ടിഷ് സെൻട്രൽ ഫോർവേഡായിട്ടുള്ള ജയ് കൊട്ടിങ്കോസ് കൂടി ഈ ഒരു മത്സരത്തിൽ ആദ്യ 11-ൽ സ്ഥാനം കണ്ടെത്താൻ പോകുന്ന ഒരു മത്സരമായി മാറുകയാണ്. പോയിന്റ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ 11ഉം 12ഉം സ്ഥാനക്കാർ തമ്മിലുള്ള ഒരു മത്സരമാണ്. ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ ഒരു പോയിന്റ് പോലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വളരെ നിരാശയോടെ തന്നെ പറയേണ്ടി വരും. ചെന്നൈയിൻ എഫ് സി ആണെങ്കിൽ ഇതുവരെ 3 മത്സരങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ മത്സരം മുംബൈ സിറ്റിയോട് പരാജയപ്പെട്ടു. രണ്ടാമത്തെ മത്സരം മോഹൻ ബഗാനുമായി 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. മൂന്നാമത്തെ മത്സരം ഒഡീഷയ്ക്കെതിരെയായിട്ടുള്ള മത്സരം 1-1 സമനിലയിൽ പിരിയുകയാണ്. അവിടെ ചെന്നൈയിൻ എഫ് സിക്ക് ഒരു പോയിന്റ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ചെന്നൈയിൻ എഫ് സിയുടെ സമ്പാദ്യം എന്ന് പറയുകയാണെങ്കിൽ 2 തോൽവിയും 1 സമനിലയുമാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലാണെങ്കിലോ കളിച്ചിട്ടുള്ള 3 മത്സരങ്ങളിലും പക്കാ തോൽവി തന്നെയാണ്. ആബ്സല്യൂട്ട്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഗോൾ മുഖത്തേക്കുള്ള ആ ഒരു സ്ട്രൈക്ക്, ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെയുള്ള മത്സരങ്ങളിൽ നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ 3 മത്സരങ്ങൾ കഴിഞ്ഞു. ആകെ കൂടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഓപ്പണിംഗ് നടന്നിട്ടുള്ള കഴിഞ്ഞൊരു മത്സരത്തിലാണ്. ആകെ ഒറ്റൊരു ഗോൾ മാത്രമേ ഇത്രയും മത്സരത്തിനിടെ നമ്മൾ കണ്ടിട്ടുള്ളൂ. തീർച്ചയായിട്ടും ആ ഒരു മോശപ്പെട്ട കണക്കുകളൊക്കെ മാറ്റി എഴുതേണ്ടതായിട്ടുള്ളൊരു മത്സരവും കൂടിയാണിത്. ഡേവിഡ് കറ്റാലയുടെ പുതിയ ആ ഒരു സ്ട്രാറ്റജി, ടെക്നിക്സ് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. കോച്ചിൻ്റെ പുതിയ ഒരു സിസ്റ്റം ഓഫ് ഫോർമാറ്റ് എല്ലാം കൊണ്ടും കോച്ചും വിലയിരുത്തപ്പെടുന്ന ഒരു മത്സരമായി ഈ ഒരു മത്സരം മാറുകയാണ്. ഇനി അടുത്തായി നമുക്ക് ചെന്നൈയിൻ എഫ് സിയും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ഇതുവരെയുള്ള റെക്കോർഡുകൾ വെച്ചിട്ടുള്ള ഹെഡ് ടു ഹെഡ് കണക്കുകൾ നോക്കാം. ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിൽ ഇതുവരെ 22 മത്സരങ്ങളാണ് കോമ്പറ്റീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈയിൻ എഫ് സിക്കെതിരെ 6 വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെന്നൈയിൻ എഫ് സിക്ക് ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ 7 വിജയങ്ങൾ കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെതിരെ 6 തവണ തോറ്റിട്ടുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ 7 തവണ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇരുവർ തമ്മിൽ 9 തവണകളിലായിട്ട് സമനില കുരുങ്ങിയിട്ടുമുണ്ട്. ഇനി ഇതുവരെ ഇരുവർ തമ്മിൽ ഗോളുകൾ അടിച്ചു കൂട്ടിയ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ എഫ് സിക്കെതിരെ 31 ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇനി ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുവരെ 29 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഓവറോൾ ഈ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസമൊന്നും കാണുന്നില്ല. ഇരുവരും ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് ISL നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിൻ എഫ് സി ബ്ലാസ്റ്റേഴ്സ് മത്സരം വരുമ്പോൾ ഒരു ഭയങ്കര ആവേശം നിറഞ്ഞൊരു മത്സരമാണെന്ന് ഞാൻ പറയുന്നത്. ഇനി കഴിഞ്ഞൊരു ISL സീസണിൽ ഇരുവരുടെയും മൊത്തം ആ ഒരു കണക്കുകൾ വെച്ചിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, കഴിഞ്ഞൊരു സീസണിൽ ഇരുവരും 24 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇതിലെ ആവറേജ് സോഫാ സ്കോർ നൽകിയിരിക്കുന്ന റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ 6.88 ആ ഒരു ശതമാനത്തോളം ബ്ലാസ്റ്റേഴ്സിന് അഡ്വാൻറ്റേജ് കാണുന്നുണ്ട്. അപ്പോൾ 24 മത്സരങ്ങളാണ് ഇരുവർ തമ്മിൽ കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ 33 ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് സ്കോർ ചെയ്തിട്ടുണ്ട്.
ചെന്നൈയിൻ എഫ് സി ആയിക്കോട്ടെ 34 ഗോളുകളും സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഗോളുകൾ വഴങ്ങിയ കണക്കുകൾ നോക്കുകയാണെങ്കിൽ, അതായത് കൺസീഡ് ചെയ്തിട്ടുള്ള ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ, ബ്ലാസ്റ്റേഴ്സ് ആയിക്കോട്ടെ 37 ഗോളുകളാണ് കഴിഞ്ഞ സീസണിൽ വഴങ്ങിയിട്ടുള്ളത്. ചെന്നൈയിൻ എഫ് സി ആണെങ്കിൽ 39 ഗോളുകൾ കഴിഞ്ഞ സീസണിൽ വഴങ്ങിയിട്ടുണ്ട്. ഇനി അസിസ്റ്റുകളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ തുല്യതയാണ്. ഇരുവർ തമ്മിൽ 24 അസിസ്റ്റുകളാണ് കഴിഞ്ഞ സീസണിൽ രണ്ട് ടീമുകളും നേടിയെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലെ ആ ഒരു ISL കണക്കിലും ഇരുവരും ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് നടത്തിക്കൊണ്ടു പോയിട്ടുള്ളത്. ഇനി ഈ ഒരു മത്സരത്തിലും സമനിലയിൽ പിരിയേണ്ടി വരുമോ എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. റിസൾട്ട് എന്താവും എന്നുള്ളതൊക്കെ ഇനി കോച്ചിന്റെ കഴിവനുസരിച്ചിരിക്കും. സോ ഇനി എന്തായാലും നിങ്ങൾ ഇത്ര നേരം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇരുവരുടെയും ആ ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല ഈ ഒരു മത്സരത്തിൽ ഇറക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-3-3 ഫോർമേഷനിലാണ്. കഴിഞ്ഞ മത്സരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞൊരു ഫോർമേഷനാണ് ഈ ഒരു ഫോർമേഷൻ. ഒരുപാട് ടെക്നിക്സ് ഇൻവോൾവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഈ ഒരു മത്സരത്തിൽ വലിയൊരു ഫോർമേഷനിൽ വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാം. ഫോർമേഷനിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് അർഷേഖ് സിംഗുമാണ് വരുന്നത്. ഇനി ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ സെൻറ്റർ ബാക്കിൽ പുതിയ ഒരു എഡീഷനായിട്ടുള്ള ഫളു എൻഡായി എന്ന് പറയുന്ന സെനഗൽ താരത്തെയാണ് ഈ ഒരു മത്സരത്തിൽ ആദ്യ 11-ൽ പ്രയോറിറ്റി കൊടുക്കാൻ സാധ്യത കാണുന്നത്. ടീമിനോടൊപ്പം ക്യാമ്പിലെത്തിയിട്ട് 3 ദിവസം മാത്രമേ ഇതുവരെ വീഡിയോ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടം വരെ 3 ദിവസമായിട്ടുള്ളൂ. എങ്കിൽ കൂടി ഇദ്ദേഹത്തെ 11-ൽ ഇറക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ആരാധകർക്കിടെ വരുന്നത്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നല്ലൊരു പറയാൻ പറ്റുന്ന ഇതുവരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെൻറ്റർ ബാക്ക് നമുക്കറിയാം പക്കാ മോശമായിരുന്നു. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന ഒമർ ബായെ കൂടി കളഞ്ഞിട്ട് ഇനി അവിടെ ആരെ പരീക്ഷിക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അവൈലബിലിറ്റി ആയിട്ട് ഹോർമിബാം അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ പ്രതിരോധ നിര വെച്ചിട്ട് നമ്മുടെ പരിശീലകൻ റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഒരു പ്രയോറിറ്റി കാണുന്നത് മത്തിയാസ് ഹെൻറിക്കസ് ചിലപ്പോൾ സെൻറ്റർ ബാക്കായിട്ട് വരാം. എന്നിട്ട് നമ്മുടെ ഫളു എൻഡായി എന്ന് പറയുന്ന താരം ചിലപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കാം ഒരു സബ്ബായിട്ട് വരിക. മോസ്റ്റ് പ്രോബബിളി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഈ ഒരു ഫോർമേഷൻ തന്നെയാണ്. അതായത് ഫളു എൻഡായി 11-ലേക്ക് വരികയും സെൻറ്റർ ബാക്കിൽ ബികാഷിനോടൊപ്പം ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നു. ഒപ്പം വിങ് ബാക്കിലേക്ക് വരുമ്പോൾ റൈറ്റ് വിങ് ബാക്കിൽ സന്ദീപ് സിംഗും ലെഫ്റ്റ് വിങ് ബാക്കിൽ നവോച്ച സിംഗുമാണ്. ഇനി 4-3-3 ഫോർമേഷനിൽ മധ്യനിരയിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് നമുക്കറിയാം മത്തിയാസ് ഹെൻറിക്കസ് എന്ന് പറയുന്ന സ്പാനിഷ് താരമാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡ് റോൾ വരുന്നത്. ഒപ്പം മലയാളി താരമായിട്ടുള്ള വിപിൻ മോഹനനും റൗളിംഗ് ബോർജസുമാണ്. ഇനി വിങ്ങുകളിലേക്ക് വരികയാണെങ്കിൽ ലെഫ്റ്റിൽ ഫ്രഞ്ച് താരമായിട്ടുള്ള കെവിൻ യോക്കെയും ഒപ്പം റൈറ്റ് വിങ്ങിൽ നമ്മുടെ കൊറു സിംഗുമാണ് വരുന്നത്. 4-3-3 ഫോർമേഷനിൽ എലോൺ സ്ട്രൈക്കറായിട്ട് കളിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു എഡീഷൻ തന്നെയാണ്. കഴിഞ്ഞ മത്സരത്തിൽ സബ്ബായിട്ടായിരുന്നു ഇദ്ദേഹം അവസാന നിമിഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരാൻ പോകുകയാണ്. ഇന്ന് നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് പ്രതീക്ഷയോടെ ആരാധകരുടെ കണ്ണുകൾ ചെന്നെത്തുന്നത് ഈ ഒരു മനുഷ്യന്മേലാണ്. സ്കോട്ട്ലാൻഡ് താരമായിട്ടുള്ള ജെയ് കുട്ടിങ്കോസ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ഗോളുകൾ അടിച്ചു കൂട്ടാൻ കഴിയുമെന്ന് തന്നെയാണ് നിലവിൽ ആരാധകർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നേരെ ചെന്നൈയിൻ എഫ് സിയുടെ 11-ലേക്ക് വരികയാണെങ്കിൽ ചെന്നൈയിൻ എഫ് സിയുടെ ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ക്ലിഫോർഡ് മിറാണ്ട ഇറക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-1-4-1 എന്നൊരു ഫോർമേഷനാണ്. ഗോൾ കീപ്പറായിട്ട് മുഹമ്മദ് നവാസ് ആണ് വരുന്നത്. ഇനി പ്രതിരോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻറ്റർ ബാക്കിൽ എൽസീനോയും ഒപ്പം പ്രീതം കോട്ടാലുമാണ്. ഇനി വിങ് ബാക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് വിങ് ബാക്കിൽ ഡിൻലിയാനയും ഒപ്പം ലെഫ്റ്റ് വിങ് ബാക്കിൽ മന്ദാറാവ് ദേശായിയുമാണ്. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ മുൻ നോർത്ത് ഈസ്റ്റ് താരമായിട്ടുള്ള ബ്രമാമറും ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മേഴ്സണും ആൽബർട്ടോ നൊഗ്വേറയുമാണ് വരുന്നത്. ഇനി വിങ്ങുകളിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഫറൂഖ് ചൗധരി ലെഫ്റ്റ് വിങ്ങിൽ വരുമ്പോൾ റൈറ്റ് വിങ്ങിൽ ഇനിഗോയുമാണ് വരുന്നത്. ഇനി എലോൺ സ്ട്രൈക്കറായിട്ട് ആ ഒരു സെൻട്രൽ ഫോർവേഡ് പൊസിഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇർഫാൻ യാദവുമാണ്. ഇരുവരുടെയും ആ ഒരു ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ അത്രയും വലിയൊരു 11 ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര
കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു 11 രണ്ടുപേരുടെയും നമുക്ക് ആ ഒരു പോസിബിൾ ലൈനപ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണെങ്കിലും ഇരുവരുടെയും ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആ ഒരു 3 പോയിന്റുകളാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെയല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷകൾക്ക് വില കൽപ്പിക്കേണ്ട ഒരു മത്സരം തന്നെയാണിത്. തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു ദിവസം ഇതിൽ നല്ല പുതുപുത്തൻ ഫ്രഷ് ന്യൂ എപ്പിസോഡുമായിട്ട് സെനിസ് ഫുട്ബോൾ വീണ്ടും എത്താം. ബൈ.